എല്ലാ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും എഡ്യൂസൈറ്റക് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഗ്രാമറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം, വെദർ PSC, UPSC, SSC, എനി കോമ്പറ്റേറ്റീവ് എക്സാം, ദെയർ വിൽ ബി എ മസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ പാർട്സ് ഓഫ് സ്പീച്ച്. അതുകൊണ്ട് തന്നെ അത് ഇംഗ്ലീഷ് ഗ്രാമർ കൈകാര്യം ചെയ്യുന്നവരോ ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്ന ഏതൊരു വ്യക്തികൾക്കും, വിദ്യാർത്ഥികൾക്കായാലും ഏതൊരു വ്യക്തിക്കായാലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ കൺസെപ്റ്റുകളും മനസ്സിലാക്കും. ബേസിക്കലി ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ലാംഗ്വേജിൽ ഒരുപാട് വേർഡ്സ് ഉണ്ടല്ലേ. ആ വേർഡ്സിനെ നമ്മൾ 8 കാറ്റഗറൈസ് ചെയ്യുന്നതാണ് ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പം അതിൽ ഓരോന്ന് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നിലേക്ക് കടക്കാം. വാട്ട് ഈസ് എ നൗൺ? ആദ്യത്തെ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, നൗൺ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, പേഴ്സൺ, പ്ലേസ്, തിൻ ഇതിലൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. ഒരു പേഴ്സണിനെ, പ്ലേസിനോ, തിന്നെ റെപ്രസെന്റ് ചെയ്യുന്ന ഏതൊരു വേർഡ് കാറ്റഗറിയെയും നമുക്ക് പറയാൻ പറ്റുന്നത് നൗൺ എന്നാണ്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് സെന്റൻസുകൾ നിങ്ങൾക്ക് തരുവാണ്. അതിൽ ഞാൻ 2-3 ഡിസ്കസ് ചെയ്യും, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കുക. മാർക്ക് ആൻഡ് ജെനിഫർ ഹാവ് എ സൺ. അതിൽ മാർക്ക്, ജെനിഫർ, ഓക്കെ എന്നൊക്കെ പറയുന്നത് എന്താണ്? നൗൺസ് ആണ്. ഓക്കെ, there are many people in സണ്ണും ഒരു നൗണാണ്. there are many people in this classroom who are missing assignments. assignments എന്ന് പറയുന്നത്, ഓക്കെ, പീപ്പിൾ എന്ന് പറയുന്നത്, ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബാക്കി 3 ആണ്. ഐ ആം റെഡി ഫോർ താങ്ക്സ് ഗിവിംഗ്. ദ മാൻ ഇൻ ദ മിറർ വാസ് നോ വൺ ബട്ട് ഹിംസെൽഫ്. ഐ ഹാവ് നെവർ ബീൻ സോ അപ്സെറ്റ് ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇത് ഇതുവരെയുള്ള നൗണിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഇതിൻ്റെ റിസൾട്ട് ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ഒരു പ്രൊനൗൺ എന്ന് പറയുന്നത് എന്താണ്? നൗണിനെ റീപ്ലേസ് ചെയ്യുകയാണ്, പകരം വെക്കുകയാണ്. ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ മാർക്ക് എന്ന് പറയുന്നതിന് പകരം ഒരു റെപ്പറ്റീഷൻ. മെയിനായിട്ട് പ്രൊനൗൺ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ എപ്പോഴും പേര്, മാർക്ക് 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 എന്ന സെൻറ്റൻസിൻ്റെ വരുന്ന രീതിയിലൊരു സെൻറ്റൻസ് അല്ലെങ്കിൽ പാരഗ്രാഫ് എഴുതുകയാണെങ്കിൽ അവിടെ ഒരു ഒരു അനോയിങ് ഫീൽ ചെയ്യും, നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ പേര് യൂസ് ചെയ്യും, പിന്നെ എല്ലാം നമ്മൾ പ്രൊനൗൺസ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതാ പറഞ്ഞത്, മാർക്കിന് പകരം നമുക്ക് ഹി എന്ന് ഉപയോഗിക്കാം. മേരി എന്ന് പറയുമ്പോൾ പകരം ഷീ എന്ന് ഉപയോഗിക്കാം. മാർക്ക് ആൻഡ് മേരി എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ദേ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിലൊന്നാണ് പൊസസീവ് എന്ന് പറയുന്നത്, അതായത് പൊസസീവ് നേച്ചർ ജനറേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള പ്രൊനൗൺസ്. മൈൻ, യുവേഴ്സ്, ഹിസ്, ഹേഴ്സ്, ഇറ്റ്സ്, ഔവേഴ്സ്, ഹൂസ്, ദേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇന്ന ആളുടേതാണ് അല്ലെങ്കിൽ എൻ്റേതാണ് എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നു. ഡെമോൺസ്ട്രേറ്റീവ് എന്ന് പറയുമ്പോൾ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നു. ലുക്ക് അറ്റ് ദിസ്, വാട്ട് ആർ ഹാപ്പനിങ് ഹിയർ എന്നൊക്കെ പറയുമ്പോൾ ദിസ്, ദാറ്റ്, ദീസ്, ദോസ് പോലെയുള്ള. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ മീ, യു, ഹിം, ഹെർ, ഇറ്റ്, അസ്, ഹൂം, ദം എന്ന് പറഞ്ഞാൽ ഒരാളെ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ചൂണ്ടിക്കാട്ടി പറയുന്ന ഒബ്ജക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന പ്രൊനൗൺസിനെയാണ് അത് പറയുന്നത്. സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ഹു, ദേ, ആരാണ് ആ കാര്യങ്ങൾ ചെയ്തതെന്ന് പറയുന്നത് സബ്ജക്റ്റിഫൈ ആയി ചെയ്യുന്ന കാര്യങ്ങൾ. റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ എന്താണ്? മൈസെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ്, ഹെർ സെൽഫ്, അവർ സെൽഫ്, ദം സെൽഫ്, ആരാൾ ചെയ്യുന്നു, ആക്ഷൻ ചെയ്യുന്ന, റിഫ്ലെക്സീവ് ആക്ഷൻ ചെയ്യുന്ന ആ വ്യക്തിയെ പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നതിനാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. അടുത്ത എന്താണ് പറയുന്നത്? ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിബഡി, എവരിബഡി, നോബഡി, സംബഡി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡെഫിനിറ്റൈസേഷൻ ഇല്ല, ഒരു ഉറപ്പില്ല, ആരാ ചെയ്യുന്നതെന്ന് നമുക്കൊരു ഉറപ്പില്ല. അതുകൊണ്ട് ഇൻഡെഫിനിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന പ്രൊനൗൺസ് ആണ് എന്ത്? ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രൊനൗൺസ് ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാം. ദേ ഹാവ് നെവർ ബീൻ സോ ഹാപ്പി. അതിലുള്ള ദേ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ റിയലി ഗുഡ് ഡേ ടുഡേ, ഇറ്റ് എന്ന് പറയുന്നത്. അതൊരു 3 നിങ്ങൾക്ക് തരികയാണ്. ഷീ വാസ് അപ്സെറ്റ് വിത്ത് ഹെർ സെൽഫ് ഫോർ ഫെയിലിംഗ് ഇറ്റ്. യു ആൻഡ് ഐ ഷുഡ് ടേക്ക് എ വാക്ക്. ദ ക്യാൻഡി ഈസ് നെയ്തർ യുവേഴ്സ് നോർ മൈൻ. അപ്പോൾ ഇതിൻ്റെയും ആൻസേഴ്സ് നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, ഇനി ദ നൗൺ ടു വിച്ച് ദ പ്രൊനൗൺ റിഫേഴ്സ്. നൗണിനെ എവിടെയാണ് പ്രൊനൗൺ റിഫർ ചെയ്തത് അതിനെയാണ് ആൻറ്റിസെഡന്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ അലൻ ഗോട്ട് ഓഫ് വർക്ക് അറ്റ് 7 ദെൻ ഹി വെന്റ് ഹോം എന്ന് പറയുന്നത് ഹി എന്ന് പറയുന്ന പ്രൊനൗൺ ആണ്, പക്ഷെ അലൻ എന്ന് പറയുന്നത് ആൻറ്റിസെഡന്റ് ആണ്. ഓക്കെ, മറിയ ഈസ് വെരി ബ്രൈറ്റ് സ്റ്റുഡൻറ്റ്, ഷീ മെയ്ഡ് ആൾ എസ് ഓൺ എ റിപ്പോർട്ട് കാർഡ്. ഇതിൽ ഷീ, ഹെർ എന്നൊക്കെ പറയുന്നത് പ്രൊനൗൺസ് ആണ്, പക്ഷെ മറിയ എന്ന് പറയുന്നത് എന്താണ്? ആൻറ്റിസെഡന്റ് ആണ്. ഓക്കെ, ഈ വാട്ട് ഈസ് എ വെർബ്? ഡൂയിങ് എ ആക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏതൊരു ഇതിനെ നമുക്ക് വെർബ് എന്ന് പറയാം. ദർ ആർ 2 ടൈപ്സ് ഓഫ് വെർബ് ദാറ്റ് വി വിൽ ലുക്ക് ഔട്ട് ക്ലോസ്ലി. ഒന്നാമത്തെ എന്താണ്? ആക്ഷൻ വെർബ്, ഡൂയിങ് ഇൻ ആക്ഷൻ, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന വെർബുകൾ. അടുത്ത എന്താണ്? ലിങ്കിങ് വെർബ്. ആക്ഷൻ വെർബ്സ് എക്സ്പ്രസ് ആക്ഷൻ, സംതിങ് ദാറ്റ് എ പേഴ്സൺ, ആനിമൽ, ഫോഴ്സ് ഓഫ് നേച്ചർ ഓർ തിങ്സ് ക്യാൻ ഡു. ഇത് ഈ പറയുന്ന വസ്തുക്കളെല്ലാം ചെയ്യുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
ആക്ഷൻ വെർബ്സ് എന്ന് പറയുന്നത്. അത് പ്ലേയിങ് ആവാം, ഡ്രൈവിങ് ആവാം, ഇതൊക്കെ ആക്ഷൻ വെർബ്സിൻ്റെ എക്സാമ്പിളാണ്. അടുത്ത ലിങ്കിങ് ഓർ ഹെൽപ്പിംഗ് വെർബ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓൺ ദ അതർ ഹാൻഡ്, ഡു ദ എക്സ്പ്രസ് ആക്ഷൻ. ഓക്കെ, they express the action. Instead, they connect the subjects of a verb to additional information about the subject. Also, they connect the subjects of a verb to additional information about the subject. അതായത് അഡീഷണൽ ഇൻഫർമേഷൻസിനെ എന്താണ് കണക്ട് ചെയ്യുകയാണ്. ആ സബ്ജക്ട്സിനെ കണക്ട് ചെയ്ത് അവർ ചെയ്ത ഇതിനെ ആക്ഷൻസിനെ, ആ വെർബ്സിനെ, ആ വെർബ് ഡൂയിങ് തിങ്ങിനെ ലിങ്ക് ചെയ്ത് മാറ്റുന്നു. ഉദാഹരണം പറഞ്ഞാൽ എനി ഫോം ഓഫ് വെർബ് എന്ന് പറയുന്നത് നമുക്ക് ആം, വേർ, ഹാസ്, ബീന്, ആർ ബീയിങ്, ഈസ് എന്നൊക്കെ പറയാം. ഇനി വെർബ്സ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് മരിയൻ വാസ് ദ ഫസ്റ്റ് വുമൻ ടു ബിക്കം പ്രസിഡന്റ്. ടു ബിക്കം, ഐ ലവ് ഹിം എന്ന് പറയുന്നതിൽ ഐ ലവ് ഹിം എന്ന് പറയുന്ന ലവ്. അതുപോലെ 3 എക്സാമ്പിൾസ്. ദെയർ ഇസ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ഹാൾവേ, ഷീ ഡാൻസ് അറ്റ് നൈറ്റ് ലോങ്, ഐ വിൽ ബി 18 നെക്സ്റ്റ് മന്ത് എന്നൊക്കെ പറയുന്ന ഇതിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക വെർബ്സ് ഏതാണെന്നുള്ളത് നിങ്ങൾ കമന്റിലോട്ട് ഇടുക. ഓക്കെ, അടുത്ത പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവ്. ഇറ്റ് മോഡിഫൈസ് or it gives some value or explanation to the nouns, okay, or pronouns. Adjectives are words that describe or modify another person or thing in the sentence. Adjectives are descriptive words. Descriptive words describes the noun. Example, red house, tall man, large hut. അതായത് ചുമന്ന വീടാണത്, അതെനിക്ക് ഉയരം കൂടിയൊരു മനുഷ്യനാണ് എന്നൊക്കെ പറയുമ്പോൾ എക്സ്പ്രസ് ചെയ്യാണ്. അയാൾ എന്താണെന്നൊന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് മാറ്റുകയാണ്. ലാർജ് ഹട്ട് എന്നൊക്കെ പറയുന്നത്. ലിമിറ്റിംഗ് അഡ്ജക്റ്റീവ്സ് ദാറ്റ് ലിമിറ്റ്സ് ഓർ സ്പെസിഫൈസ് ദ നൗൺ. എക്സാമ്പിൾ, ഹൈസ്കൂൾ സ്റ്റുഡൻറ്, 2 teams, every employee. That means limiting a noun. High school student means he's studying in high school. Or 2 teams means there are only 2 teams. Every employee എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ എംപ്ലോയീസും എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള കുറേ വേർഡ്സ്. അതാണ് ലിമിറ്റിംഗ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. Adjectives practice that we do, identify the following adjectives and tell if they are limiting or descriptive. There are many good students in high school. She was grateful for the interview. Grateful, many good students. Okay, I am very intelligent person. Intelligent is a adjective. The basketball team was very adept in knowing the difficult place. Adept or very adept. The bluish green sky. The bluish green sky was beautiful sight to see. That bluish green sky is adjective. Okay. And adverbs that express or modifies the verb. A verb. He drove slowly. That means slowly. How did he drive? Slowly drive. എന്ന് പറയുന്ന ആ വെർബിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന, വെർബിനെ മോഡിഫൈ ചെയ്യുന്ന അതിനെയാണ് അഡ്വേർബ്സ് എന്ന് പറയുന്നത്. ആൻഡ് അഡ്ജക്റ്റീവ്, ഹി ഡ്രൈവ്സ് എ വെരി ഫാസ്റ്റ് car. How fast was his car? Okay. Adverb modify a verb adjective. And the adverb, or she moved quite slowly down the aisle. How slowly did she move? Okay. Another adverb is also been modified. Quite. Some adverbs can be identified by their characteristics like suffix or prefix or anything like that. Answers questions such as how, when, where, how much. These are expressed by adverbs. Example, Ashley danced very well. Very well. I swiftly ran after the ball. Swiftly ran. She angrily slammed the door shut after screaming very loudly at her boyfriend. Angrily slammed, screaming very loudly. Example, etc. She is very happy person to be around. That night crept up stealthily like a burglar in the house, in a house. ഓക്കെ, ഇതിനെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് കമൻറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്, ഇടാവുന്നതാണ്. Conjunction is a joiner, a word that connects or conjoins parts of sentence. Coordinating conjunctions, example, and, or, but, nor, for, so, yet. Okay, they are joiners, basically word joiners. Subordinating conjunction introduces a depending clause or indicates that nature of the relationship among the independent clauses and the dependent clause. Independent clauses and dependent clauses are connected together. That is subordinating conjunctions. The most common subordinating conjunctions are after, although, as, because, before, how, if, once, since, than, that, though, until, when, where, whether, and while.
Correlative conjunctions always appear in the pairs. You use them to link equivalent sentence elements. Link ചെയ്യാൻ പെയറിങ്ങിനെ ലിങ്ക് ചെയ്യുന്നു. The most common correlative conjunctions are both and, either or, neither nor, not only but also, so as, and whether or. Okay. Identify the conjunctions in the following sentences. Okay. Ashton and I will go out tonight. And after the movie, let's go out to eat. Let's go. Neither Sam nor Winnie ate lunch. That neither nor. Okay. Then the 2 questions, 3 questions more. My true passion in life is writing and I hope to get published soon. Susan makes good grades because she studied every night. Either you will put forth effort in your classes or you will not do your best. Okay. You can comment answers in the comment box. Prepositions. A preposition links nouns, pronouns and phrases to other words. Nouns, pronouns and phrases in a link ചെയ്യുന്നത്. Okay. Some common prepositions are at, under, over, off, to, in, out, beneath, beyond, for, among, after, before, within, down, up, during, without, with, outside, inside, beside, between, by, on, out, from, until, etc. Towards, throughout, across, above, about, around. That examples. The book is on the table. Where the book? It is on the table. The book is beneath the table. Where the book? It is beneath the table. The book is leaning against the table. Leaning the table against, or moving against. Leaning against the table. How? Against. Book is beside the table. Book is beside the table. Where? It is beside. She held the book over the table. Where? The book over the table. She read the book during the class. During the class, what she'd read the book when? During the class. Object of the preposition. The object of the preposition. Recognize an object of the preposition when you see one. Preposition often being prepositional phrases. To complete the phrase, the preposition usually terms up with a noun, pronoun or gerund on the object of the preposition. Here are some examples. At noon, that specifying that time. At is a preposition, noon is a noun of the object of the preposition. Behind them. Behind preposition, them is the pronoun or the object of that preposition. Object of the preposition. Without sneezing. Without is a preposition, sneezing is a gerund or the object of the preposition. The object of the preposition will often have modifiers that add description. At the kitchen counter. At is a preposition. The kitchen, the modifiers. Counter is the noun or the object of the preposition. Between us only. Between preposition, as is a noun or the object of the preposition only is a modifier. Without, completely, finishing. Without is a preposition, completely is a modifier, finishing is a gerund or the object of the preposition. Infrequently, a clause will be the object of the preposition. As an example, in the class today, we talked about what Mr. Duncan expects in our next research exercise. About preposition, what Mr. Duncan expects in our next research essay, noun, clause or the object of the preposition. Preposition practice. Identify the preposition in the following sentences and then identify the object of the preposition. I don't want to go before the judge tomorrow. Before the judge. Andrew tossed the ball into the air. Sina quickly ran across the yard. Christian walked inside the house to get his dad. Calvin is a great musician and often plays shows around the country. Make a list in all preposition you can think of. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഇടാം. ഇതുവരെയുള്ള കമൻറ്റിൽ ഇടാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്ത് നിങ്ങൾ കുറച്ചുകൂടെ എൻഗേജിങ് ആവാൻ വേണ്ടിയാണ് ക്ലാസ്സുകൾ. അപ്പം മാക്സിമം ഇടുക. എനിക്കറിയാം ഞാൻ കുറച്ച് ക്വിക്കായിട്ടാണ്, കുറച്ച് സ്പീഡപ്പായിട്ട് പോയി എന്ന് പറയുന്നത് ഈ ടോപ്പിക് ഒന്ന് കവർ ചെയ്ത് മാറ്റാനാണ്. ഇനി ഓരോ ഇതിനെപ്പറ്റി സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഡിസ്കഷൻസ് നമ്മൾ ഫർദറായിട്ട് ചാനലിടും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താണെങ്കിൽ അതെല്ലാം മാക്സിമം സജഷൻസ് ആയിട്ട് തരിക.
ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.